രാവിലെ എഴുന്നേറ്റ് കോളേജിൽ എത്തുന്നവരെയുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. രാവിലെ എണീക്കും, പല്ലേക്കും, എല്ലാവും കുളിക്കോ? കുളിക്കോ? എന്ന് പറഞ്ഞ വല്ലപ്പോഴും നല്ലേ? ഇല്ല, കുളിക്കല് ഉണ്ട് എപ്പോഴെങ്കിലും ഒക്കെ. എന്നിട്ട് ലേറ്റ് ആയ ദിവസം വണ്ടി എടുക്കും, അല്ലെങ്കിൽ നടന്നിട്ട് പോകും. നടന്നു വരാണ് ദൂരമുള്ളൂ കോളേജിലേക്ക്? ബസ് സ്റ്റാൻഡിലേക്ക് എന്നിട്ട് ബസ് കയറും. അപ്പൊ അതിനിടയിൽ ഭക്ഷണം കഴിക്കല് റെഡിയാവാ കഴിഞ്ഞൂല, അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ വരല്. അതല്ലേ, അത് നല്ല വരലാണ്ടാ, വരലേ നല്ല പിടിലാണ്. എന്നിട്ട് ബസ് വരും, ബസ്സിൽ കയറും, എന്റെ പോയിനാച്ചി കീയും. എവിടെ പോയിനാച്ചി നിങ്ങൾ വന്നിട്ട് ആടെ കീയും. അവിടെ കീയും ഇറങ്ങും. അതിന്റെ അവിടെ നമുക്ക് ഒരു ഇച്ചാന്റെ പീടിയുണ്ട്, ഡിലക്സ്. അവിടെ 8 മണിയാകുമ്പോ നമ്മ അവിടെ എത്തും. 8:15 ആടുന്ന് ഇല്ല നൊട്ട പറ്റ ഇളക്കിട്ട് എന്താണ് വർത്താനെല്ലാം പറയും, ബിസ്യം പറയും. ഓ വർത്താനം, ബിസ്യം ബിസ്യമൊക്കെ പറയും. എന്നിട്ട് പിന്നെ 2 ബസ് ഉണ്ട്, കാഞ്ഞങ്ങാട് വരദരാജ്, കാസർഗോഡ് വരദരാജ്. അപ്പൊ 8:09 ആകുമ്പോ കാഞ്ഞങ്ങാട് വരദരാജ് പോകും. അതിന്റെ അയിലില്ലപ്പെക്കെല്ലാം താറ്റിയാക്കും. കാസർഗോഡ് വരദരാജ് വരും, അതിലില്ലപ്പനെല്ലാം നോക്കും. എല്ലാ പയ്യന്മാരൊക്കെ നോക്കും അല്ലേ? എല്ലാരും അല്ല, നോക്കണ്ടപ്പനെ മാത്രം. എന്നിട്ട് ബാഗ് കൊടുത്തിട്ട് പുറത്ത് ചെയ്യും. പുറത്തേക്ക് ചെയ്യും. പുറത്തേക്ക് ഇറങ്ങുകടാ. അപ്പൊ കോളേജ് ബസ് വരും, അതില് കേറിട്ട് വരും. പിന്നെ ബാക്കില് നിക്കുവാമോ, എന്നാലേ വർത്താനം പറയാ. മുമ്പിലാകുമ്പോ വല്ല എന്താ പറയാ, ടീച്ചറല്ല ബൈക്ക് റോറി. വിഷയം പറയണെങ്കിൽ ബാക്കി ഇരിക്കണം, വിഷയം പറയണെങ്കിൽ ഗുൽമാലാക്കണം. എന്നിട്ട് കോളേജ് എത്തും, എന്നിട്ട് വരും കീഞ്ഞിട്ട്. അതിന്റെ ആടുന്ന് കീഞ്ഞിട്ട് വരും ക്ലാസ്സിലേക്ക്. അപ്പൊ അതിലെ ആരെങ്കിലും പോന്നെല്ലാം കണ്ടെങ്കിൽ അപ്പഴെല്ലാം ബിസിയമ്മേ വരൂ. കുറച്ച് എന്തായാലും ടീച്ചർ കയറുമ്പോക്ക് അതന്നെ. താങ്ക് യു. ആടിപ്പൊളി കേട്ടോ. കാര്യം ഒരു സിനിമ കാണുന്ന ഒരു ഷോർട്ട് ഫിലിം പോലെ. രാവിലെ എഴുന്നേറ്റ് കോളേജിൽ വരുന്നവരെയുള്ള കാര്യം ഏതൊരാള് കേട്ടാലും ഇതിങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കും. സത്യം ഈ പറയണത്. പക്ഷെ ഒരു ചെറിയ ത്രെഡ് കൊടുത്തപ്പോ ഇത്ര നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്തില്ലേ? വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാറുണ്ടോ? എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ അറിയോ? ഓംപ്ലേറ്റ് ആക്കാൻ അറിയും. ഓക്കെ, ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞേ. ആദ്യം ഉള്ളി എടുക്കും, അതിനെ മുരിക്കും. പച്ചമുളക് എടുക്കും, അതിനെ മുരിക്കും. അതിന്റെ തക്കാളി എടുക്കും, അതിനെ മുറിക്കും. ഇല്ല, തക്കാളി വേണ്ട. ഉപ്പ് മഞ്ഞപ്പൊടി, ഉപ്പ് ഇങ്ങനെ മുരിക്കുന്ന പോളാ. ഉപ്പങ്ങനെ മുറിക്കണ പോടാ. എന്നിട്ട് മഞ്ഞപ്പൊടി ഇടും, ഉപ്പിടും. പിന്നെ വേണമെങ്കിൽ എവിടെ പോവാൻ? ഞങ്ങള് പോവില്ല. മോളിന്റെ പൊടിയില്ലേ, മുളക് പൊടി, അത് ഇടും. മുളക് പൊടിക്ക് എന്താ പറഞ്ഞ? മോളിന്റെ പൊടി. മോളിന്റെ പൊടി. എന്നിട്ട് മുട്ട എടുക്കും, എന്നിട്ട് പൊട്ടിക്കും, ചൈലിടും. എന്നിട്ട് നല്ല പാങ്ങിൽ ഇങ്ങനെ ആക്കും. എങ്ങനാ? ഇങ്ങനെ ഗ്ലാസ്സിൽ നല്ല പാങ്ങിൽ ഇങ്ങനെ ആക്കും. എന്നിട്ട് പാൻ വെക്കും, ഗ്യാസ് എത്തിക്കും. ഗ്യാസ് എത്തിക്കാം. അതിന്റെ പാൻ വെക്കും, എന്നിട്ട് അത് ചൂടായപ്പോഴ എണ്ണ ഒഴിക്കും. എന്നിട്ട് ഇതയിലൊഴിക്കും. ഏത്? മുട്ട അതൊഴിച്ച് എന്നെ പൊത്തിയാക്കും. പൊത്തിയോക്കോ? പൂച്ച എടുത്തോണ്ട് പോയില്ലെങ്കിൽ പൊത്തി വെക്കണം. മറിച്ചിടണ്ടേ? കുറച്ച് കഴിഞ്ഞപ്പോഴും അതിനെ മറക്കണം, മറിച്ചിടണം. അതെങ്ങനെ മറിക്കും? എന്ത് വെച്ച് മറിക്കും? JCB വിളിക്കും. ചട്ടകം. നമ്മ ചട്ടം പറയല്. എന്നാ പറയും. നിങ്ങള് പോള ചട്ടം ഇവിടെ പറയും. അതിനെ മറിച്ചിടും. ചോറെന്നാലും വളമ്പി വെക്കണോ, വെച്ചിട്ടുണ്ടാവുമല്ലോ, തിന്നും കഴിക്കും. അടിപൊളി.